ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഈവനിങ്ങിൽ വൈകുന്നേരത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നതും പിന്നെ കുറച്ച് പിള്ളേരുടെ കുറച്ച് കാര്യങ്ങളുമാണ് കേട്ടോ. അപ്പോൾ നൂലപ്പം ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചു. അപ്പോൾ കറിയാണ് കേട്ടോ. കറി സവോളയും മറ്റേ തക്കാളി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് വഴറ്റി ചെറുപയറും ഉരുളക്കിഴങ്ങും കൂടി ഞാൻ കുക്കറിൽ കൂവിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോൾ മഞ്ഞൾ പൊടി, പിന്നെ നമ്മളിടുന്നത് മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. ഇതിനങ്ങനെ കണക്കൊന്നുമില്ല, എനിക്ക് ഒരു പാകത്തിന് നോക്കിയിട്ട് ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്ത് ഗരം മസാലയല്ല ഇടുന്നത്, ചിക്കൻ മസാലയാണ് കേട്ടോ ഇടുന്നത്. ചിക്കൻ മസാല ഇട്ടു. എന്നിട്ട് ഈ മസാല നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിള്ളേർ പുറത്തൊക്കെ നല്ല ബഹളമാണ്. അപ്പോൾ ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം പിള്ളേരുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതിങ്ങനെ കഷ്ടപ്പെട്ട് നിന്ന് വീഡിയോ പിടിക്കുന്നത് കണ്ടപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാനത് ഇളക്കാം, നീ വീഡിയോ പിടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ചേട്ടയാണ് കേട്ടോ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചേട്ടയാണ് എന്നെ ഇത് പഠിപ്പിച്ച് തന്നത്. പിന്നെ നമ്മളിതിനകത്ത് കുറച്ച് തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്. ആ മൂത്ത് വന്ന അരപ്പിലോട്ട് കുറച്ച് തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഓൾറെഡി ഞാൻ ചെറുപയറും ഉരുളക്കിഴങ്ങും കൂടെ കൂവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തേങ്ങ ഒരെണ്ണം ചിരണ്ടി ഫ്രീസറിൽ വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ് അതിങ്ങനെ കട്ടയിലിരിക്കുന്നത്. അപ്പം ഇതെന്നെ പഠിപ്പിച്ച് തന്നത് ചേട്ടയാണ് കേട്ടോ. ചേട്ടയുടെ ഒരു സ്പെഷ്യൽ കറിയാണ്. അത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും പുട്ട്, ചപ്പാത്തി, നൂലപ്പം എല്ലാത്തിൻ്റെയും കൂടെ പോകും കേട്ടോ. ഇനി ഞങ്ങൾ ചിലപ്പോൾ ഇത് ചെറുപയറിൻ്റെ സ്ഥാനത്ത് പരിപ്പ് ഇട്ട് വയ്ക്കാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ഒത്തിരി ഇങ്ങനെ വഴറ്റുന്നൊന്നുമില്ല, നന്നായിട്ട് ഇങ്ങനെ വേവ മാത്രമൊന്നും ഇരിക്കുന്നൊന്നുമില്ല. മസാലയൊക്കെ എല്ലായിടത്തും പിടിച്ച് കഴിയുമ്പോൾ നമ്മളത് തീ ഓഫ് ചെയ്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. എന്നാലേ അതിനൊരു കൊഴുപ്പ് വരുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ അടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മളങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം മിക്സിയിലിട്ട് അടിച്ചു. അതിനകത്തേക്ക് ഞാൻ പയറും ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് പിന്നെ കറിവേപ്പിലയും ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് തിളയ്ക്കണം. നല്ല തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിനകത്ത് കടുക് പൊട്ടിക്കൽ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ എനിക്കിതെല്ലാം ചെയ്ത് തീർത്തിട്ട് വേണം ഇനി. പിള്ളേർ പുറത്താണ്, കുളിപ്പിക്കണം. അപ്പോൾ കുറച്ച് നാളായി ഇങ്ങനെ ഓർക്കുന്നു ഒരു ഈവനിങ് ഫുഡും ഒക്കെ ആയിട്ട് ചെയ്യണമെന്ന്. അപ്പോൾ എന്തായാലും ഇത് റെഡിയായി. അപ്പോൾ ഞാൻ ഓരോരുത്തർക്കായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സാറാമോള് അപ്പോൾ എല്ലാവരും അകത്തും പുറത്തും ഒക്കെ ആയിട്ട് ഓരോരുത്തരിയ്ക്കുക. അപ്പോൾ സാറാമോള് ഞാനിങ്ങനെ പുറത്ത് കൊണ്ടുപോയി ഇരുത്തിയിരിക്കുക കഴിക്കാൻ. അപ്പം ഞാനിങ്ങനെ മതിലിൻ്റെ പുറത്ത് കൊണ്ടുപോയി ഇരുത്തിയിട്ട് മതിലിൻ്റെ മേളിൽ കയറ്റിയിരുത്തും കേട്ടോ. ഞാൻ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുത്തിയാണ് നിർബന്ധിച്ചൊക്കെ വേണം കഴിപ്പിക്കാനായിട്ട്. ഓരോന്ന് പറഞ്ഞ് അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഓരോരുത്തരെയായിട്ട് കഴിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. സാറാമോളെ കഴിപ്പിക്കാൻ അത്യാവശ്യം കുറച്ച് സമയം എടുത്തു. അപ്പം ഓരോ ദിവസം ഓരോ മൂടാണ് കേട്ടോ. കഴിക്കാനൊക്കെ ആണെങ്കിലും ചിലപ്പോൾ നന്നായിട്ട് കഴിക്കും, പെട്ടെന്ന് കഴിക്കും. ചിലപ്പോൾ ഇങ്ങനെ ആലോചിച്ചിരിക്കും, കുറേ കഥ പറയണം. അപ്പോൾ പിള്ളേർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചേട്ടായിട്ട് പറഞ്ഞു എന്നാൽ ചൂടോടെ കഴിച്ചോളാൻ പറഞ്ഞു. ഒരു 6:30 ആയിട്ടോ സമയം. ഇപ്പം നേരത്തെ രാത്രിയാവില്ലല്ലോ, താമസിച്ചല്ലേ രാത്രിയാവുന്നത്. അപ്പം നേരത്തെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതാണ്. അപ്പം ചേട്ടായി അത് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പം പിള്ളേർക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം സൊസൈറ്റി അടയ്ക്കുന്നതിന് മുന്നേ പിള്ളേർക്ക് മിഠായി വേണമെന്ന് പറഞ്ഞിട്ട് സാറമ്മളോട് മിഠായി മേടിച്ചതെന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഇത് കൊടുക്കാൻ തുടങ്ങിയത്. അപ്പം ഫെലിക്സും അപ്പൂസും കൂടെ പോവാണ്. സാറമ്മക്കും പോകണമെന്നും പറഞ്ഞ് അവൾ നിന്ന് കാർച്ചിയാണ്. ഗേറ്റ് അടച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ചാടിപ്പോയേനെ. ഇപ്പോൾ ചേട്ടൻ മിഠായിയൊക്കെ മേടിച്ചിട്ട് വന്നു. എല്ലാവരും ക്യൂ നിൽക്കുക കേട്ടോ മിഠായി തരാൻ വേണ്ടിയിട്ട്. അതെ, ഇത് മറ്റേ നമ്മുടെ സൊസൈറ്റിയിൽ ചോക്ലേറ്റ് ഉണ്ട്, മിൽക്കി ബാർ പോലത്തെ തന്നെ വേറൊരെണ്ണം. അപ്പം 2 മേടിച്ചു, വീതിച്ചു എടുത്തോളാൻ പറഞ്ഞു. വീതിച്ച് തിന്ന് പഠിക്കട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരെണ്ണം മേടിച്ചു കൊടുത്താൽ അത് ശരിയാവില്ലല്ലോ. അത് കാരണം ഞാൻ പറഞ്ഞു 2 മേടിച്ചാൽ മതി. അവർക്ക് ഓരോന്ന് വേണമെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു പറ്റില്ല, 2 മേടിക്കും, വീതിച്ച് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പം ഫെലിക്സ് ഇങ്ങനെ വീതിക്കുന്ന എല്ലാവരും ചുറ്റിനും നോക്കി നിൽപ്പുണ്ട്. പക്ഷേ സാറാമോള് മാത്രം വേറെ എന്തൊക്കെയോ പറഞ്ഞ് ചുറ്റിനും മാറി പോയി നിൽപ്പുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. വേറെന്തോ കാര്യം പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് സാറാമോള്. അപ്പോൾ കൂടെ എന്തൊരു അക്ഷമയോടെ നിൽക്കുന്നതെന്നറിയാവോ. സാറാമ്മളുടെ ഇതുവരെ ആ മൂഡ് മാറിയിട്ടില്ല. സാറാമ്മക്ക് ഇപ്പോഴും പോയി മേടിക്കണമെന്നുള്ള ഒരു രീതിയാണ്. അപ്പുക്കുട്ടൻ ഇങ്ങനെ അവനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപ്പുക്കുട്ടൻ കഴിച്ചു. അത് പെട്ടെന്ന് തന്നെ കഴിച്ചു. അവസാനം ഫെലിക്സും കഴിച്ചൊക്കെ നോക്കി.
നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഭയങ്കര രസമാണ് കേട്ടോ. ഫെലിക്സ് ഇങ്ങനെ എന്താ അത് ശരിക്കും ഞാൻ പോലും നോക്കിയാൽ അത് അങ്ങനെ അവർ നിൽക്കുകയില്ല. ഞാൻ എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പം തന്നെ പറയും പറ്റില്ല, അത് ഫുള്ളായിട്ട് വേണം, അത് ഇതെന്നൊക്കെ പറയും. പക്ഷേ ഫെലിക്സ് കൊടുത്തു കഴിഞ്ഞാൽ അവരിങ്ങനെ അടങ്ങി നിന്നോളും. പിന്നെ മിഠായി തീറ്റയൊക്കെ കഴിഞ്ഞു. അപ്പം സാറാമ്മ ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ അവളെ ഒന്ന് ഉറക്കാൻ കൊണ്ടുപോകണമെങ്കിൽ അപ്പുക്കുട്ടൻ സമ്മതിക്കുകയില്ല. ചില സമയത്ത് അങ്ങനെയാണ് കേട്ടോ. അവളെ ഉറക്കാൻ കൊണ്ടുപോകാൻ നേരത്ത് അപ്പുക്കുട്ടൻ വന്നിട്ട് അവൾക്കിട്ട് അടിയും ഇടിയൊക്കെ കൊടുക്കും. നേരത്തെ ഉറങ്ങും കേട്ടോ പിള്ളേർ. അപ്പോൾ ഒരു 6:30 കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഒന്ന് ജസ്റ്റ് റോട്ടിൽ കൂടെ ഒന്ന് നടന്നിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ്. ചേട്ടനും അനിയനും കൂടെ പോവാണ്. അമ്മയ്ക്ക് ടാറ്റയൊക്കെ തന്നിട്ട് പോവാണ് കേട്ടോ. വലിയ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. കുറേ വണ്ടി വരുന്നുണ്ട്. വൈകുന്നേരം ആയതുകൊണ്ടാണല്ലോ ഇപ്പോഴിവിടെ ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവനോട് സൂക്ഷിച്ച് നോക്കി പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവനോട് പറഞ്ഞൊന്ന് എടുത്തിട്ട് പോകാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ നടത്തിക്കൊണ്ട് പോയിക്കോളാം, അവനെ നോക്കിക്കൊണ്ട് പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ചേട്ടൻ്റെ കയ്യിലല്ലേന്ന് വിചാരിച്ച് ഞാനും സമ്മതിച്ചു. എന്നോട് എന്തൊക്കെയോ പറഞ്ഞു തരണം, എന്നോട് എന്തൊക്കെയോ ഞാൻ നോക്കുന്നതാ അത് ഇതെന്നൊക്കെ പറയുക. അത് അവൻ ഈ പുറകോട്ട് വലിഞ്ഞു വരുന്നുണ്ട്. വലിയ വലിയ ലോറികൾ പോകും. മറ്റേ നമ്മുടെ ഇതില്ലേ പെട്രോളിൻ്റെയൊക്കെ വണ്ടി പോകുന്നു. ആ വണ്ടി അങ്ങനത്തെ വണ്ടികളൊക്കെ പോകുമ്പോൾ അവന് പേടിയാണ്. അത്രയും വലിയ വണ്ടി കണ്ടപ്പോൾ അതിൻ്റെ ഒരു സൗണ്ടും കൂടെ ഉണ്ടല്ലോ, അത് വരുമ്പോൾ പേടിയാണ്. അപ്പോൾ തിരിച്ച് വരുന്നതായിരുന്നു നിങ്ങൾ കണ്ടത്. ഇപ്പം എനിക്ക് ടാറ്റ തന്നിട്ട് റോഡൊക്കെ ക്രോസ് ചെയ്ത് പോവുകയാണ് കേട്ടോ. ടാറ്റ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. രണ്ടുപേരും കൂടെ പോകുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ഇനി ശരി. അപ്പോൾ ഇനി എനിക്ക് ഇവരെ കിടത്തി ഉറക്കണം. സാറാമ്മോളെ ഉറക്കി കഴിഞ്ഞാലേ ശരിയാവുള്ളൂ. അപ്പോൾ ചേട്ടനും അനിയനും കൂടെയുള്ള യാത്ര പോയിരിക്കും, ടാറ്റ പോയിരിക്കുകയാണ്, ടൂറ് കണ്ടോ പോകുന്നത്. അയ്യോ പാവം, നല്ല രസമില്ലേ കാണാൻ. ഈ കാഴ്ചയൊക്കെ കാണുമ്പോൾ എന്ത് രസമല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞങ്ങളുടെ ഒരു ചെറിയൊരു ഈവനിങ് ഇതാണ് കേട്ടോ. പിന്നെ ഇനി ഉറക്കം കാര്യങ്ങളൊക്കെയാണ് പിള്ളേരുടെ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ, ബൈ ബൈ.